ഹായ്, പ്രസന്ന ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോഴും ഞാൻ കുറേ ദിവസമായിരുന്നു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോഴും മറ്റൊന്നുമല്ല, വേറെയും കുറച്ച് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ വേറെ ഒന്നുമല്ല കേട്ടോ, നെറ്റിപ്പട്ടമാണ്. നെറ്റിപ്പട്ടം ഉണ്ടാക്കി ഞാനിങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോഴും ഓർഡർ വരുന്നതനുസരിച്ച് അതും ഉണ്ടാക്കാറുണ്ട്. അപ്പോഴും കുറച്ച് ഓർഡർ കിട്ടിയപ്പം ഞാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ 3 പേര് കൂടി ചേർന്ന് ഇട്ടാണ് നെറ്റിപ്പട്ടവും ലോഷനും സോപ്പും ഒക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ നെറ്റിപ്പട്ടമൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇടുന്നുണ്ട്. അപ്പോഴെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഓക്കെ, നെറ്റിപ്പട്ടത്തിൻ്റെ മാത്രമായിട്ടുള്ളതും ഒക്കെ ഉള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. ഇനി പുറകാലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഞാനിങ്ങനെ വീഡിയോകൾ ഞാൻ കുറേ ലോഷനും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോകൾ ഞാനല്ല, ഞങ്ങൾ ഇടുന്നുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരാന്നൊക്കെ പുറകെ വരുന്ന വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴിവിടെ ഒരാൾ ഒളിച്ച് നിൽക്കുന്നു. നമുക്ക് ഇനി പിച്ചിക്കളയാം. മോനെ ഇനി വന്നേ, ഇനി പിച്ച്. അപ്പോഴേതാ ഇത് പിച്ചിട്ടുണ്ട്. ഓക്കെ, അതിഞ്ഞ് പിച്ചി എടുത്തു. നല്ലൊരു തക്കാളി കേട്ടോ, നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നത്. നമുക്ക് രസം വെക്കാനുള്ള തക്കാളി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അയ്യത്തുനിന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ഒരു വിഷവും അടിച്ചിട്ടില്ലാത്ത പച്ചമുളകോ തക്കാളിയൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ അതൊരു വലിയ സംഭവം തന്നെ കേട്ടോ. അതിന് 1 ആയാലും 100 ആയാലും അത് ഒരെണ്ണം കിട്ടിയാൽ മതി. നമുക്ക് എന്തോ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. ഇത് കണ്ട, ഇത് എന്താ പേരെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു 2 മൂട് എനിക്കുണ്ട്. അപ്പോൾ പച്ചമുളക് ഇവിടെ ഇങ്ങനെ പിടിച്ച് നിന്നപ്പോൾ ഞാനൊരു ചട്ടിക്കകത്തോട്ട് പിരിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടേ, അതിനകത്ത് പിടിച്ചത് ഈ പച്ചമുളകാണ്. അപ്പോൾ ഈ പച്ചമുളക് ഞാൻ നട്ടിട്ടുമില്ല, ഞാനൊട്ട് പിച്ചിട്ടുമില്ല. അപ്പോൾ ഈ പച്ചമുളക് ഇത് എങ്ങനെ വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉള്ളത് പറഞ്ഞാൽ കേട്ടോ. അപ്പോഴിതാ തക്കാളിയൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്. അത് പച്ചത്തക്കാളിയാണ്. പച്ചത്തക്കാളിയൊക്കെ പിച്ച് തീയൽ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. ഞാൻ പച്ചത്തക്കാളിയൊക്കെ പിച്ച് തീയലൊക്കെ വെക്കാറുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പച്ചത്തക്കാളിയൊക്കെ പിച്ച് തീയലൊക്കെ വെച്ച് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ഒരു തക്കാളിയെങ്കിലും നടണം, ഒരു പച്ചമുളകെങ്കിലും നടണം, ഒരു ചീരയെങ്കിലും നടണം. ഇതൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെയും ഒക്കെ നല്ല തക്കാളികൾ ഇങ്ങനെ പിടിച്ച് ഇപ്പുണ്ട്. കാട് പോലെ നിൽക്കുന്നതുകൊണ്ട് അതിനകത്തോട്ട് കയറാൻ ഇച്ചിരി പ്രയാസം. ഇത് കണ്ടോ, ഇതും ഉണ്ട്. ഇത് നല്ലപോലെ പഴുത്തിട്ടില്ല. നാളെ ആകുമ്പോൾ നല്ലതുപോലെ പഴുത്തിട്ടുണ്ടാവും. പിച്ചിയാലും കുഴപ്പമില്ല, നമുക്ക് നാളെ ആകുമ്പോഴത്തേനും പഴുക്കും. ഇവിടെ കൂടുതൽ ഇങ്ങനെ ഇന്ന് രാവിലെ വന്നപ്പോൾ കാണാം, ഒരു തക്കാളി പഴുത്ത് തറയെ കിടന്നിട്ടുണ്ടായിരുന്നു. ഒരു കിളി വന്ന് കൊത്തിക്കൊണ്ട് പോവും. രാത്രിയിലാണോ വൈകിട്ടാണോ എന്നറിയത്തില്ല. എന്തായാലും വൈകിട്ട് വന്ന് നോക്കുമ്പം തക്കാളി നിൽക്കുന്ന കാണാം, പഴുത്ത്. പിറ്റേന്ന് പിച്ചാൻ വരുമ്പോഴത്തേനും അത് തറയിൽ കിടക്കുന്ന കാണാം. കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വന്ന് കൊത്തി കഴിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പഴുക്കാറാകുമ്പോഴത്തേന് ഇനി പിച്ചും. പിന്നെ ഒളിച്ച് വയ്ക്കുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ കാണത്തുമില്ലല്ലോ, പഴുത്ത് കഴിഞ്ഞാലല്ലേ കാണത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് തക്കാളിയുടെ വിശേഷങ്ങൾ. ഇത് കണ്ടോ, ഇവിടെ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. കുഞ്ഞു ചട്ടിക്കകത്തായാലും അത് നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ വളം ഞാൻ അടിവളമായിട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഫിഷ് അമിനോ ആസിഡ് ഒഴിച്ച് കൊടുക്കാറുണ്ട്. അത് മാത്രമേ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് കണ്ടോ, ഞൊട്ടയ്ക്ക നിൽക്കുന്നത്. നമ്മുടെ അയ്യത്തെ മണ്ണ് ഒരു പിടിയായാലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരെയും ഞൊട്ടയ്ക്ക പിടിച്ചൊരു കൊച്ചു ചട്ടിയിലായാലും നിൽക്കും. ഇത് പിച്ചിക്കളയരുത് എന്നൊക്കെയാണ് പറയുന്നത്. നല്ല ഔഷധ ഗുണമുള്ളതാണ്. കൊച്ചു ചട്ടിയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പിച്ചിക്കളയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഇനി പിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അടീനയ്ക്കകത്ത് പൂവും മുട്ടും ഒക്കെ വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.